ബസറ നഗരം. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞ രാത്രി. പെട്ടെന്ന് വൻ തീപിടുത്തം. വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്കോടുന്നു. ആർത്തുവിളികൾ, പുകയും തീയും ആകാശം നിറയ്ക്കുന്നു. ആരോ സ്വർണമെടുക്കാൻ ഓടുന്നുണ്ട്. മറ്റാരൊക്കെയോ വസ്ത്രക്കെട്ടുകൾ ചുമക്കുന്നു. ചിലർ അലമാരകൾ തുറന്ന് വിലപ്പെട്ട വസ്തുക്കൾ കെട്ടിപ്പിടിക്കുന്നു. രക്ഷപ്പെടണം, എന്നാൽ അതിനിടയിലും എന്റെ സാധനങ്ങൾ നഷ്ടപ്പെടരുത് എന്ന ഭയം. അതേസമയം പ്രമുഖ സൂഫി മഹാൻ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല, അദ്ദേഹത്തിന് വലിയ ശേഖരങ്ങളൊന്നുമില്ല, വിലപിടിപ്പുള്ള വസ്തുക്കളുമില്ല. അദ്ദേഹം തന്റെ ചെരുപ്പും വടിയും എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ മലമുകളിലേക്ക് ഓടി. അവിടെ നിന്ന് മഹാൻ താഴേക്ക് നോക്കി. താഴെ കാണുന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. ചിലർ ഓടിക്കൊണ്ടിരിക്കുന്നു, ചിലർ പൊള്ളലേറ്റ് വീണുകിടക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഇപ്പോഴും വസ്തുക്കൾ കെട്ടാക്കി അവകളെല്ലാം കടത്താൻ ശ്രമിക്കുകയാണ്. അന്നേരം മഹാൻ പറഞ്ഞു, കാര്യമായ ശേഖരങ്ങളൊന്നുമില്ലാത്തവൻ രക്ഷപ്പെട്ടു, കൂടുതൽ ഭാണ്ഡങ്ങളുള്ളവൻ നാശത്തിലായി. ഇതുപോലെ തന്നെയാണ് ദുന്യാവ് അമിതമായി ശേഖരിച്ചവരുടെ ആഖിറത്തിലെ അവസ്ഥയും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.